സ്റ്റിച്ചിടേണ്ട വരും. മേ ബി എനിക്ക് അത്രയും റെസ്റ്റ് എടുക്കേണ്ട വരത്തില്ല. 3-ാം മാസം മുതൽ 3-ാം മാസത്തെ സ്റ്റിച്ച് ഇട്ടിട്ട് വീഡിയോല്ലോ. അതുപോലെ തന്നെ എന്താണ്, കൊച്ചിന് പാലുണ്ടായിരിക്കും, ഇങ്ങനെയാണ് എങ്ങനെ നീ കൊച്ചിനെ ഭയങ്കരമായിട്ട് ഞാൻ കരയാറുണ്ട്, വെറുതെ കരയാറുണ്ട്. ചേട്ടൻ്റെ അടുത്തൊക്കെ വെറുതെ ഷൗട്ട് ചെയ്തിട്ട് ഞാൻ അവനെ തന്നെ കെട്ടിപ്പിടിച്ച് ഇവരിപ്പം അടിച്ച് പിരിയും എന്നുള്ളൊരു രീതിയിൽ തന്നെ ആയാലും ഞാൻ കുറുക്ക് കൊടുക്കാറുണ്ട്. അത് രാവിലെ ഒരു ട്രെയിനിങ് ആയിക്കോട്ടെ, എന്തോ ആയാലും തന്നെ നമ്മൾ പഠിച്ചൊരു ഫീൽഡിൽ ഗവൺമെന്റിൽ ഇപ്പം നല്ലപോലെ വിഷമിക്കുന്നുണ്ട്. നമ്മളൊന്നും ചെയ്തിട്ടല്ല, ദൈവം കൊടുത്തതാണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ കുട്ടി ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു Q&A ആണ്. ഡെലിവറിക്ക് മുമ്പാണ് നമ്മളൊരു Q&A ഇട്ടത്. അതിനുശേഷം നമ്മൾ Q&A ഒന്നും ചെയ്തിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും രണ്ടുമായിട്ടും നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മളതൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഒന്നും ഞാൻ പറഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് അതിനുള്ളൊരു ടൈമൊക്കെ കിട്ടിയത്. അപ്പോൾ ഞാൻ അന്ന് ചെയ്തതും ഈ ഇടയ്ക്ക് ഇട്ടതും കമ്മ്യൂണിറ്റി ടാബിലുള്ളതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നും അങ്ങനെ വിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് സംസാരിക്കാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് അമല ജി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് വന്നത്. ഹായ് ചേച്ചി, സുഖാണോ? ഇല്ലുവിൻ്റെ ഒറിജിനൽ നെയിം എന്താണ്? എവിടുന്നാണ് സെലക്ട് ചെയ്തേ? സുഖമാണ്, ഞാൻ ഇല്ലുട്ടിനും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇല്ലുവിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് ഇതിക ആദർശ് എന്നാണ്. ഇതിക എന്നാണ് അവിടെ പേര്. ഇതികയുടെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതിയുടെ മറ്റൊരു പേരെന്നൊക്കെ ഗൂഗിളിൽ കിടപ്പുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയോ മീനിങ് ഒക്കെ ഇങ്ങനെ ഗൂഗിളിനകത്തൊക്കെ ഉണ്ട്. പക്ഷെ മെയിനായിട്ട് എല്ലായിടത്തും കിടക്കുന്നത് പാർവതിയുടെ മറ്റൊരു പേര്, പാർവതി ദേവിയുടെ മറ്റൊരു പേര് എന്നാണ്. പിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബെഡ് റെസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാനിങ്ങനെ ബേബി ഗേൾ ആയാലും ബേബി ബോയ് ആയാലും ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒക്കെ ഞാനിങ്ങനെ ഒരു നോട്ട് പാഡിൽ ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത്, അതുകൊണ്ട് ഞാനിത് എവിടെയാണ് കണ്ടതെന്നുള്ളത് എനിക്ക് കറക്റ്റ് ഒരു ഓർമ്മയില്ല. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് സ്വാതി ബാബു ആണ്. ഇല്ലുട്ടിയുടെ ഫുഡ് റുട്ടീൻ എങ്ങനെയാ? വാവയ്ക്ക് സുഖമല്ലേ? വാവയ്ക്ക് സുഖമാണ്. ഇല്ലുട്ടിയുടെ ഫുഡ് റുട്ടീൻ എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഇന്നതേ ഞാൻ കൊടുക്കുന്നൊന്നുമില്ല. പിന്നെ കുറേയൊക്കെ കാര്യങ്ങൾ, ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഓൾറെഡി അവൾക്ക് വേണ്ട. അപ്പോൾ എനിക്ക് അവളിൽ നിന്നത് മാറ്റേണ്ട ആവശ്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഞാൻ അവൾക്ക് മെയിനായിട്ട് കൊടുക്കുന്നത് രാവിലെ വൈകിട്ട് എന്തായാലും മസ്റ്റായിട്ട് കുറുക്ക് കൊടുക്കും. അത് ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടായാലും ഞാൻ കുറുക്ക് കൊടുക്കാറുണ്ട്. അത് രാവിലെ ചിലപ്പോൾ ഏത്തയ്ക്കാപ്പൊടി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പഞ്ഞിപ്പുല്ലായിരിക്കാം, പിന്നെ അമൃതം പൊടി ആയിരിക്കും, പിന്നെ കൂവപ്പൊടി. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത്തയ്ക്ക ഇപ്പം നല്ലപോലെ മലം മുറുകുന്നതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ കൂവപ്പൊടിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് കൂവപ്പൊടി കൊടുക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഓരോ ദിവസം ഓരോന്നായിട്ട് കൊടുക്കാറുണ്ട്. രാവിലെയും ഒരു വൈകിട്ട് ഒരു 6 മണി 7 മണി ആ ഒരു 7:30 ആ ഒരു ടൈമിലും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 4 മണി ആ ഒരു ഏതെങ്കിലും 2 ടൈം ഞാൻ കുറുക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കാനിരിക്കുമ്പോൾ ചോറിനകത്ത് ഒരു പ്ലേറ്റിനകത്ത് അവൾക്ക് വേണ്ടുന്ന കുറച്ച് ചോറും കറിയൊക്കെ ഒഴിച്ച് കൊടുക്കും. അവൾ തിന്നാറില്ല, 1-2 വാ എടുത്ത് കഴിക്കത്തേ ഉള്ളൂ. പിന്നെ ഞാനിങ്ങനെ ചതച്ചിച്ചിരി അതൊരു 3 വാ മാക്സിമം അവൾ കഴിക്കുകയുള്ളൂ. പിന്നെ എല്ലാം എൻ്റെ പാലുകൂടി തന്നെയാണ്. രാത്രിയിലായാലും ഇതുപോലെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കൊടുക്കും. പക്ഷെ അല്ലാതെ തെള്ളിക്കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കാനിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ തെള്ളിക്കയറ്റി കൊടുക്കാറില്ല. പിന്നെ ആവശ്യത്തിന് വെയിറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം ഇച്ചിരി ക്ഷീണിച്ചിട്ടുണ്ട്. പിന്നെ അവർ വളരുകയല്ല, അവർ നടക്കില്ല, അതിൻ്റേതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഫുഡ് ഇടയ്ക്കൊക്കെ ഫ്രൂട്ട്സ് അവളൊന്നും കഴിക്കത്തില്ല സത്യം പറഞ്ഞു. എന്നാലും ഞാൻ വാങ്ങിച്ചൊക്കെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. നട്ട്സൊക്കെ ചിലപ്പോൾ പൊടിച്ചിട്ട് കുറുക്കിനകത്തിട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഒരു ഒരു സെലക്റ്റീവ് റുട്ടീൻ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഞാൻ എന്തും അവൾ കഴിക്കുന്ന ഒരു ടീമല്ല, അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ മാക്സിമം ചോക്ലേറ്റ് അതുപോലെ തന്നെ ചായ കാപ്പിയൊക്കെ ഞാൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കാറുണ്ട്. പിന്നെ ഞാൻ കാണാതൊക്കെ ആരെങ്കിലും ഒക്കെ ഒന്ന് വായി വെച്ച് കൊടുത്താലേ ഉള്ളൂ. കേക്ക്, ഒരുപാട് മധുരമുള്ള ഐറ്റങ്ങൾ, പിന്നെ കുറുക്കിനകത്തായാലും നമ്മൾ പനങ്കൽക്കണ്ടം കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങ് ഇതാവുകയാണ് ചെയ്യുക. ഞാൻ ഫാൻ ഇട്ടിട്ടില്ല, ഇല്ലൂട്ടനെ ഇവിടെ കിടന്ന് ഉറങ്ങുക കേട്ടോ. അടുത്തത് ആശാമ്പിയാണ്. ലൈഫിൽ ഏറ്റവും ലക്കി ആയിട്ട് തോന്നിയത്? ഞാൻ ലൈഫിൽ ഏറ്റവും ലക്കി ആയിട്ട് തോന്നിയത് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഇല്ലുവിനെ പോലെ ആയാലും ഒരു ബേബി ഗേളിനെ വേണമെന്ന് പോലും എനിക്ക് മാക്സിമം ഇപ്പോൾ മാർവാനീസ് കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ PG എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെല്ലാം ഓൾമോസ്റ്റ് എൻ്റെ അല്ല. ഇപ്പം ഞങ്ങളുടെ കല്യാണക്കാരി ആയാലും ഞാനൊരു പ്രതീക്ഷിച്ച കുറേ ക്യാരക്ടറൊക്കെ
അങ്ങനെ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഞാൻ ലക്കിയാണ്. പിന്നെ ഏറ്റവും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരൻസ് എങ്ങനെയാണോ എന്നെ കെയർ ചെയ്യുന്നത്, എൻ്റെ അമ്മ എങ്ങനെയാണോ എന്നെ കൂടുതൽ വയ്യാതെ വരുമ്പോൾ എൻ്റെ അമ്മ എങ്ങനെയാണോ കൂടുതൽ നോക്കുക, എൻ്റെ അച്ഛൻ എങ്ങനെയാണോ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക, കെയർ ചെയ്യുക, അതേപോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും അങ്ങനെയല്ല. ഞങ്ങൾ തമ്മിൽ വഴക്കിടാറുണ്ട്, നല്ല അടി ഉണ്ടാവാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. നല്ല കണ്ടു നിൽക്കുന്നിട്ട് വിചാരിക്കും ഇവർ ഇപ്പം അടിച്ച് പിരിയും എന്നുള്ള ഒരു രീതിയിൽ തന്നെ എത്ര ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, ഈ ഇവരെന്ത് വഴക്കാടിടത്. പക്ഷെ അതൊക്കെ ഒരു മണിക്കൂർ 2 മണിക്കൂർ ഞങ്ങൾ ഒരു റൂമിൽ തന്നെ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഉള്ളു പോകാറില്ല. പിന്നെ അപ്പുറം ഇപ്പുറം അങ്ങൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ടൈം എടുക്കും. അതും ഒരു ദിവസത്തിനപ്പുറം, ഒരു രാത്രിക്കപ്പുറം ഞങ്ങൾ കൊണ്ടുപോകാറില്ല. അപ്പം എനിക്ക് എന്തുകൊണ്ടും ലക്കിയാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ. എൻ്റെ അമ്മയെപ്പോലെ എന്നെ കെയർ ചെയ്യാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബെഡ് റെസ്റ്റ് ആയി കിടന്ന ടൈമിൽ എൻ്റെ ഹസ്ബൻഡും അമ്മയും കൂടിയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തല പോലും പൊക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും, യൂറിനും മോഷനും എല്ലാ കാര്യങ്ങളും ഒരു ഇതുമില്ലാതെ എനിക്ക് തന്നെ സമയത്ത് മടുപ്പ് തോന്നിയിട്ടുണ്ട്. വേണ്ട, ഇങ്ങനൊന്നും കിടക്കണ്ടായിരുന്നു, ആർക്കും ഇങ്ങനൊന്നും അവസ്ഥ വരുത്തരുതെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം ഒരു മടുപ്പും കൂടാതെ എൻ്റെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ലക്കിയാണ്. പിന്നെ വന്നിട്ട് ഭരത്, അവൻ എൻ്റെ ഫ്രണ്ടാണ്. അതാണ് അവൻ ചോദിച്ചത്. കൊച്ചിനെ കാണാൻ ഫ്രണ്ട്സൊക്കെ വരാറുണ്ട്. വരാൻ പറ്റുന്നവരൊക്കെ മാക്സിമം വരാറുണ്ട്, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാറുണ്ട്. അവൻ സ്ഥിരം 3-4 വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ പേര് എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഭരത് വരാറുണ്ട് കേട്ടോ, വിളിക്കാറുണ്ട്, വരാറുണ്ട്. ഇനി അടുത്തത് അർജുൻ ചേട്ടനുമായി ഞങ്ങൾക്കൊരു ചേട്ടനുമായി ഒരു ക്യാന്. അത് ഭയങ്കര പാടായിരിക്കും. ചേട്ടൻ അങ്ങനെ ക്യാമറയുടെ മുമ്പിലൊന്നും ഇപ്പം വരാറില്ല. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഞങ്ങൾ ഡബ് സ്മാഷ് ഒക്കെ ചെയ്യും. ഡബ് സ്മാഷ് അല്ല, നമ്മൾ റീൽസും ഒക്കെ ചെയ്യായിരുന്നു. ഇപ്പം ആൾക്ക് ടച്ച് കിട്ടുപോയി. പിന്നെ പുള്ളിക്ക് ഇപ്പോൾ ക്യാമറയുടെ ഫ്രണ്ട് വരാനൊന്നും വലിയ താല്പര്യമില്ല. എന്നാലും ഞാൻ പിടിച്ച് വലിച്ച് കൊണ്ടുവരാൻ നോക്കാം. വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെക്കാട്ടി ഭയങ്കര ക്യാരക്ടർ. കാരണം ഞങ്ങൾ റീൽസ് ചെയ്ത സമയത്ത് നോക്കിയാൽ മതി, എന്നെക്കാട്ടി നല്ല അഭിനയിക്കും. വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയ ആളെന്നല്ല, പക്ഷെ ഭയങ്കരമായിട്ട് അഭിനയിക്കും. നല്ല എല്ലാ ക്യാരക്ടർ എക്സ്പ്രഷനൊക്കെ കൊടുക്കും. ഞാനാണ് ചിരിച്ച് മണ്ടുപോയി. എനിക്ക് ഭയങ്കര ചമ്മലും കാര്യങ്ങളൊക്കെ. പക്ഷെ പുള്ളിക്കാതൊന്നുമില്ല, നല്ല ചെയ്യുകയൊക്കെ ചെയ്യും. വന്നു കഴിഞ്ഞാൽ എന്നെക്കാളും മെയിനായിട്ട് നിൽക്കുന്ന ആളായിരിക്കും. ഞാൻ ചോദിച്ചു നോക്കാൻ വരുവാണെങ്കിൽ ഇപ്പോൾ നാട്ടിലില്ല, അടുത്ത വർഷം വരുവുള്ളൂ, ജനുവരി ഒക്കെ ആവും. അപ്പോൾ വരുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കാം, കിട്ടുവാണേ എൻ്റെ ബാക്കി. പിന്നെ വന്നിട്ട് ചോദിച്ചേക്കുന്നത് അമല മിന്നി അഗസ്റ്റിൻ, വാട്ട് ഡിഡ് യു ഡു ടു ഗെറ്റിംഗ് ബാക്ക് ടു യുവർ ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ഡെലിവറി? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു. ഒരു 3 മന്ത്സോളം എനിക്ക് അത്യാവശ്യം നല്ല വണ്ണാക്കി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. എനിക്ക് വേണ്ടുന്ന ഫുഡ് കഴിക്കാറുണ്ട്. പിന്നെ ഇവൾ കൂടുതലും 6 മാസം കഴിഞ്ഞിട്ടായാലും കൂടുതലും എനിക്കൊന്നൊരു 8 മാസമൊക്കെ ആയപ്പോഴാണ് ഇവൾ പ്രോപ്പറായിട്ട് കുറുക്ക് കുടിച്ചു തുടങ്ങിയത്. അപ്പോൾ അതുവരെ എൻ്റെ പാലൊക്കെ തന്നെ. ഇപ്പോഴായാലും 2 നേരമുള്ള കുറുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പാലാണ്. നൈറ്റൊക്കെ ഫുൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നോർമലി ഞാൻ എൻ്റെ ബോഡിക്ക് വണ്ണം കുറയാനായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഓക്കെ ആയിരുന്നു ആ ടൈമിലുള്ള വണ്ണത്തിൽ. പക്ഷെ ഇപ്പം ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, അണ്ടർ വെയിറ്റ് ആയി. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എല്ലാവരും പറയുന്നുണ്ട് ക്ഷീണിച്ചു. എനിക്ക് തന്നെ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ ഒന്നും കോൺഫിഡൻസും കാര്യങ്ങളൊന്നും ഇല്ല. അമ്മാതിരി ക്ഷീണിച്ചിട്ടുണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഫുഡ് 3 നേരം പ്രോപ്പറായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ കഴിക്കുന്ന കാര്യം എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ചില ടൈമിലൊന്നും കിട്ടാറില്ല. പിന്നെ ഒരു 3 മന്ത്സ് ഓക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ചേട്ടൻ ഇടിച്ചു ചെന്നപ്പം ചേട്ടൻ എല്ലാ കാര്യങ്ങളും നോക്കുകയും പോലും അവർ വർക്കിന് പോകുമ്പോൾ ഇവരുടെ കാര്യങ്ങൾ നമ്മളാണ് നോക്കണ്ടേ. അപ്പം ആ ടൈമിൽ ഇവരൊന്നും ഉറങ്ങുന്ന ടൈമിലൊന്നും കിടക്കാൻ പറ്റില്ല. നമ്മളെന്തെങ്കിലുമൊക്കെ ജോലി, നമ്മുടെ തുണി കഴുകുക, ഇവരുടെ തുണി കഴുകുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടും. അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് കുറച്ച് മെൻ്റലി ഹാപ്പി കുറവൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡ് നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ആണെങ്കിലും ഹസ്ബൻഡ് ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇത്രയും പഠിച്ചിട്ട് ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ ഇരിക്കുന്നൊരവസ്ഥ, അതേപോലെ തന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ചെറിയ പ്രശ്നം. പക്ഷേ ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം ഞാൻ വെയിറ്റ് കൂട്ടാൻ നോക്കുകയാണ്. കാരണം അണ്ടർ വെയിറ്റ് ആയി. എങ്ങനെയാണ് വെയിറ്റ് കൂട്ടുക, 1 മാസത്തിനുള്ളിൽ വണ്ണം വെക്കണം എന്നുള്ളത് ഒരു അച്ചീവ്മെൻ്റ് ആക്കി വെച്ചേക്കാണ്. കാരണം എൻ്റെ കൈയൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് ശോഷിച്ചു, ഭയങ്കരമായിട്ട് വണ്ണം കുറഞ്ഞു. എല്ലാവരും ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വണ്ണം വെക്കാനുള്ളതാണ്. ഞാൻ പ്രത്യേകിച്ച് വണ്ണം കുറയാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഇനിയും ചോദിച്ചേക്കുന്ന ലെറ്റ്സ് ടോക്ക്. അത് യൂട്യൂബിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ചേച്ചി ഇപ്പോൾ ഏറ്റവും വിഷമിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? ഏറ്റവും വിഷമിക്കുന്നത് എൻ്റെ ബോഡി ഷെയ്മിങ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം പറയാണ് മോളെ വണ്ണം കുറഞ്ഞല്ലോ, വണ്ണം കൂട്ടാൻ നോക്കുക, അതായിരിക്കും നല്ലത്. ഓക്കെ, അത് ബെറ്ററാണ്, അത് ഓക്കെയാണ്, അതിൽ ഫൈനാണ്.
പക്ഷെ വന്നിട്ട് എന്തോ കൊച്ചു കോലം, ഇതിപ്പോൾ ഒടിഞ്ഞ് വീഴുമല്ലോ, അതുപോലെ തന്നെ എന്താണ് കൊച്ചിന് പാലുണ്ടായിരിക്കുമോ, ഇങ്ങനെയാണ് എങ്ങനെ നീ കൊച്ചിനെ വളർത്തും, അമ്മാതിരി ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കും. അതുപോലെ തന്നെ ബോഡി ഷേമിങ്, എന്താണ് ഒട്ടി ഉണങ്ങി കുനിഞ്ഞ അങ്ങനെ ഇങ്ങനെ കണ്ണു ഒഴുങ്ങി പണ്ടത്തെ ഭംഗിയില്ല ഇങ്ങനെയില്ല, എൻ്റെ അമ്മോ അങ്ങനെയൊക്കെ വന്നിട്ട് നമ്മുടെ മുഖത്ത് നോക്കി അയ്യേ എന്തുവാ ഇങ്ങനെ വരെ ചോദിച്ച ആൾക്കാരുണ്ട്. എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ തിരിച്ച് പറയേണ്ടതാണ്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറയാം ഞാൻ എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞ് ഞാൻ കൂടെ ഷൗട്ട് ചെയ്യും. പക്ഷേ ചില സമയത്തൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് നോക്കി പറഞ്ഞ് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ കരഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ഇത്ര ബോഡി ഷേമിങ് എന്നൊക്കെ. പിന്നെ 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 നമുക്ക് ഓക്കെ വണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, പക്ഷെ ഒരുമാതിരി വല്ലാതെ ആക്കുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പിന്നെ ഞാനതുകൊണ്ട് പിന്നെ എനിക്ക് തന്നെ ഇപ്പോൾ ഞാൻ അണ്ടർ വെയ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു തോന്നലുണ്ടായി തുടങ്ങി, വെയിറ്റ് ഗെയിൻ ചെയ്യണം. എനിക്കൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കംഫർട്ടബിൾ അല്ല, അതുപോലെ തന്നെ പഴയ ഡ്രസ്സുകളൊന്നും ചേരുന്നില്ല, ഭയങ്കര ലൂസ്, ഭയങ്കര കമ്പേ കുത്തിയ പോലെ തോന്നിയപ്പം എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കുറവും എനിക്ക് അണ്ടർ വെയ്റ്റ് ആയി എന്നുള്ളൊരു ബോധ്യം ഉണ്ടായപ്പോൾ ഞാൻ തന്നെ ഇപ്പം വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ബോഡി ഷേമിങ് ഇപ്പോഴും ഇന്നലെയും കൂടി ഞാൻ ഒരു ഫംഗ്ഷന് പോയപ്പോൾ എല്ലാവരെയും വായിരിക്കുന്ന കേട്ടതാണ്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല, പക്ഷേ എന്നാലും ഒരു മുഖത്ത് നോക്കി എന്ത് നമുക്കത് പറയാൻ പറ്റില്ല. നമ്മുടെ സൊസൈറ്റിയെ ചേഞ്ച് ചെയ്യാൻ കുറേയൊക്കെ നമുക്ക് മുഖത്ത് നോക്കി പറയാം, പക്ഷെ നമ്മൾ അത്രയും ഹെൽപ്പ് ചെയ്തവരോ അല്ലെങ്കിൽ നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുതിർന്നവർ പ്രായമുള്ളവർ എത്രയെന്നും പറഞ്ഞുകൊണ്ടാണ് അവരെയൊക്കെ ഹേർട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ്. അതേ ഉള്ളൂ ഇപ്പോഴത്തെ പ്രശ്നം. പിന്നെ ഹസ്ബൻഡ് കൂടെ ഇല്ല, ആളെ മിസ് ചെയ്യുന്നുണ്ട് നല്ലപോലെ. പ്രത്യേകിച്ച് ഓരോ ഫങ്ഷൻസ് വരുമ്പോൾ ഇല്ലൂട്ടൻ്റെ ഓരോ സംസാരങ്ങൾ, ഇല്ലൂൻ്റെ ഓരോ ഗ്രോത്ത് സ്റ്റേജ് ഒക്കെ വരുമ്പോൾ ആൾ കൂടിയില്ലല്ലോ, കാണാൻ കൂടിയില്ലല്ലോ എന്നൊക്കെയുള്ളൊരു വിഷമം ഉണ്ടാവാറുണ്ട് ഇപ്പോഴും. ഞങ്ങൾ കുറേ നാൾ എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാൾ 2 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ നാൾ നിന്നിട്ടുണ്ട്, ഒരു 15 ദിവസമൊക്കെ ഇങ്ങനെ നിന്നിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതലൊന്നും നിന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ചെറിയ ചെറിയ വിഷമങ്ങൾ, എല്ലാ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എല്ലാവരുടെ ഹസ്ബൻഡ് ഉണ്ട്, എൻ്റെ ഇല്ല, കറങ്ങാൻ പോകുമ്പോഴായാലും എൻ്റെ ചേട്ടനില്ല, അങ്ങനെയൊക്കെയുള്ളൊരു വിഷമങ്ങൾ ഉണ്ട്. അതേ ഉള്ളൂ ഇപ്പോഴത്തെ അല്ലാതെ നോക്കുവാണെങ്കിൽ എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. പിന്നെ ജോലി, അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. അത് പിന്നെ നമ്മുടെ സിറ്റുവേഷൻ അതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പം സോഷ്യൽ മീഡിയയിലായാലും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ എനിക്കൊരു ആശ്വാസമാണ്. ക്വസ്റ്റ്യൻ ഉള്ളതാണ്. പിന്നെ ആ ആൾ തന്നെ ചോദിച്ചിട്ടുണ്ട് ഡെലിവറി സ്റ്റോറി പറയുമ്പോൾ. ഡെലിവറി സ്റ്റോറി പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. എൻ്റെ അമ്മോ, ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇതായിട്ട്. ഇനി ഞാൻ ഡെലിവറി സ്റ്റോറി മാത്രമായിട്ട്, എനിക്ക് തോന്നുന്നു ജേണി മാത്രമായിട്ട്, കാരണം സെർവിക്കൽ സ്റ്റിച്ചിൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. സെർവിക്കൽ സ്റ്റിച്ചിൻ്റെ കാര്യവും ജേണിയും കൂടെ ഞാൻ ഒരു വീഡിയോ ആക്കി, ഡെലിവറി സ്റ്റോറി വേറൊരു വീഡിയോ ആക്കി, അല്ലെങ്കിൽ രണ്ടും കൂടി കുറച്ച് ഷോർട്ട് കിട്ടുവാണെങ്കിൽ നോക്കട്ടെ, ഇട്ടേക്കാം കേട്ടോ. പിന്നെ വന്നിട്ട് വിക്ടർ ലവ് എന്ന് പറഞ്ഞിട്ട് ഇല്ലു ഉണ്ടായതിന് ശേഷം എന്ത് ഡിഫറൻസ് ആണ് ഉണ്ടായത് ലൈഫിൽ. ഇല്ലു ഉണ്ടായതിന് ശേഷം എൻ്റെ ഉറക്കം അമ്പാടെ മാറി. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഉറങ്ങുന്ന കാര്യത്തിൽ എൻ്റെ പഠിപ്പിച്ച ടീച്ചേഴ്സിന് ഉൾപ്പെടെ അറിയാം. കാരണം ഉച്ച കഴിഞ്ഞ് ചോണ്ടിട്ട് ഒരു സമയം ഉണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങും. ചിലപ്പോൾ രാവിലെ തന്നെ കിടന്നുറങ്ങും. ഞാൻ ഫസ്റ്റ് കോളേജിലൊക്കെ ചെന്ന സമയത്ത് ആദ്യമൊക്കെ ടീച്ചേഴ്സ്മാർ പറയുന്ന ഉറങ്ങരുത്, നേരെ ഇരിക്കണം, അങ്ങനെ ഇങ്ങനെ. പിന്നെ അവർക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് ഇത് പറ്റാറില്ല, എനിക്ക് ഉറങ്ങിയേ പറ്റും. ഞാൻ കണ്ണ് തുറന്നിരുന്നായാലും എനിക്ക് ഉറങ്ങണം. നോട്ടൊക്കെ തരുന്ന സമയത്തെല്ലാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കും, ഞാൻ ഉറങ്ങും. പക്ഷേ മാർക്ക് വാങ്ങിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ടീച്ചേഴ്സ് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ഉറക്കം എനിക്ക് മസ്റ്റായിരുന്നേ. ക്ലാസ്സിലിരുന്ന് എന്തോരം ഉറങ്ങുന്ന ഫോട്ടോസ് ഗ്രൂപ്പുകളിലുണ്ടെന്നറിയാം, പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാതിരി ശവം വെട്ടിയിട്ട പോലെ ഞങ്ങളുടെ ഉറങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉറക്കം എന്തെന്ന് എനിക്കറിയാൻ പറ്റില്ല. കാരണം നമുക്ക് 2 മണിക്കൂറിക്കുള്ളിൽ ഉറങ്ങാൻ പറ്റത്തില്ല. എന്ത് വന്നെന്ന് പറഞ്ഞാലും 2 മണിക്കൂറിക്കുള്ളിൽ നല്ല പ്രോപ്പറായിട്ട് എനിക്ക് ബോധം പോയെന്ന് ഉറങ്ങാൻ ഇപ്പോൾ കൊതിയാണ്. അതാണ് എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്നൊരു കാര്യം. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതല്ല, ലൈഫിൽ ഏറ്റവും മിസ് ചെയ്യുന്നത് അതാണ്. പിന്നെ ഇല്ലു വന്നതിന് ശേഷം ഞാനില്ല പണ്ടില്ല എന്ത് പറഞ്ഞാലും ചാടി ഇറങ്ങി പോകുന്ന പോലെ ഒന്നും പോകാൻ പറ്റത്തില്ല. കാരണം അവളുണ്ട്, അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്റ്റേജ് ആണല്ലോ. അപ്പോൾ അതിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് മിസ് ചെയ്യുന്നുണ്ട്, പഴയ എന്നെ എനിക്കിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓക്കെയാണ്, നമ്മൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ പോവാണ്. നെക്സ്റ്റ് വന്നിട്ട് സൗമ്യ സച്ചിയാണ്. ഇൻസ്റ്റാഗ്രാമിലാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഡിഡ് യു ഹാഡ് PPD? ഇഫ് യെസ്, ഹൗ ഡിഡ് യു മാനേജ് ഇറ്റ്? പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ആഴത്തിലോട്ടൊന്നും പോയിട്ടില്ല. പക്ഷേ ഇടയ്ക്ക് എപ്പോഴേക്കോ എനിക്ക് നഷ്ടമായിട്ടുണ്ട്, എനിക്ക് സങ്കടങ്ങൾ വരാറുണ്ട്, ഭയങ്കരമായിട്ട് ഞാൻ കരയാറുണ്ട്, വെറുതെ കരയാറുണ്ട്.
ചേട്ടൻ്റെ അടുത്തൊക്കെ വെറുതെ ഷൗട്ട് ചെയ്തിട്ട് ഞാൻ അവനെ തന്നെ കെട്ടിപ്പിടിച്ച് പറയാറുണ്ട്. എനിക്ക് എന്തിനാ ഈ ഷൗട്ട് ചെയ്തതെന്നോ കരയുന്നതെന്നോ അറിയത്തില്ല. ഏട്ടൻ പറയും ഇങ്ങനെയൊക്കെയാണ്, പോട്ടെ പോട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയും ഹസ്ബൻഡും എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ളത് കൊണ്ട് കുറേയൊക്കെ ഞാൻ ആ ഒരു സ്റ്റേജിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്നെ ഡെലിവറി കഴിഞ്ഞ ടൈമിലും പലരും കുത്തി നോക്കാൻ പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവരെന്നെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തൊരു ടൈമുണ്ട്. സത്യം പറഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തളർന്നു പോയേനെ. പക്ഷെ അവരെന്നെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു ടൈമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും അവരോടൊന്നും എത്ര പറഞ്ഞാലും പറ്റില്ല. കാരണം എന്നെ അതുപോലെ കെയർ ചെയ്തിട്ടുണ്ട്, അത്രയ്ക്ക് കെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ വരാറുണ്ട് നമുക്ക് എത്ര ഇതെന്ന് പറഞ്ഞാലും ചില ടൈമിലൊക്കെ എല്ലാവരും നമ്മുടെ കൂടെ എപ്പോഴും ഇരിക്കാൻ പറ്റാത്ത, കാരണം എല്ലാവരും വർക്കിന് പോകുന്നവരാണ്. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്ത് ചിന്തിച്ച് കൂട്ടി അവസാനം ഇരുന്ന് കരയും. അങ്ങനെ ഞാൻ ഫ്രണ്ടിനെ വിളിക്കും, അവൾ എനിക്ക് കുറേ ഉപദേശങ്ങൾ തരും. ഐഡിയ അങ്ങനെയാണ്, നീ വേറെ എന്തെങ്കിലും ഇതിൽ. അങ്ങനെയാണ് ഞാൻ വീട്ടിനകത്ത് ഇവളെ നോക്കുന്നത്. കൂടാതെ ഞാൻ എൻ്റെ പാഷൻസ് കൂടെ കൊണ്ടു നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയത്. അതേപോലെ തന്നെ ഞാൻ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങി, പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി, അതുപോലെ തന്നെ പാട്ടിൻ്റെ പ്രോഗ്രാമിന് പോകാൻ തുടങ്ങി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ഓക്കെയാണ്. പിന്നെ അങ്ങനെ പ്രശ്നങ്ങൾ അത്രയ്ക്ക് ഡീപ്പായിട്ട് പോയിട്ടില്ല. എന്നിട്ടും ഞാൻ ഒരു വട്ടം സഹിക്കാൻ പറ്റാതെ ഞാൻ നമ്മുടെ ഹെൽത്തിലൊരു ചേച്ചിയൊക്കെ ഉണ്ട്, ചേച്ചി എടുത്ത് ഞാൻ ഇങ്ങനെ വിളിച്ച ചേച്ചി അപ്പോൾ ഒരു കൗൺസിലറിൻ്റെ നമ്പറൊക്കെ തന്ന് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്, ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഫാമിലിയും ഹസ്ബൻഡും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാവുന്നതേ നമുക്കുള്ളൂ. അങ്ങനെ എനിക്ക് അവരുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അങ്ങ് ഡൗൺ ആയിട്ടില്ല. ഡൗൺ ആയ ടൈമിൽ കൂടെ ചേർത്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഓക്കെയാണ്. അതേ ഉള്ളൂ ഡിപ്രഷനെ പറ്റി പറയാൻ. അങ്ങനെ പക്ഷേ എൻ്റെയൊക്കെ 1-2 ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് വെച്ചിട്ട് നോക്കുമ്പോൾ ഞാനങ്ങ് ഒന്നും അനുഭവിച്ചിട്ടില്ല കേട്ടോ. അവർക്കൊക്കെ ഫാമിലിയെ കൊണ്ടൊന്നുമില്ല, ഹസ്ബൻഡിനെ കൊണ്ടൊന്നുമില്ല, വല്ലാത്തൊരവസ്ഥയൊക്കെ ഉള്ള എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കും, ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെയാണ്, ബെറ്റർ ആണെന്ന് തോന്നിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ലക്ഷ്മി വിഷ്ണു ആണ്. അടുത്ത ഡെലിവറി എപ്പോഴാണ്? അതെൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ ചോദിച്ചപ്പോഴേ മനസ്സിലായിക്കാണ്. എൻ്റെ പൊന്നോ അങ്ങനെയില്ല, അതൊന്നും ചിന്തിക്കുന്നില്ല. കാരണം ഇല്ലുടനെ ഞങ്ങൾ പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മൾ നല്ല രീതിയിൽ സെറ്റിൽഡൊന്നും ആയില്ല. എൻ്റെ PCOD ഇഷ്യൂ കൊണ്ടാണ് നമ്മൾ നേരത്തെ വാവെ നോക്കിയതും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇനിയിപ്പോൾ ഒരു ഡെലിവറി ആണെങ്കിലും നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ഇട്ടത് കൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റിച്ച് ഇടേണ്ട വരും. മേ ബി എനിക്ക് അത്രയും റെസ്റ്റ് എടുക്കേണ്ട വരത്തില്ല. 3-ാം മാസം മുതൽ 3-ാം മാസത്തെ സ്റ്റിച്ച് ഇട്ടിട്ട് എനിക്ക് റെസ്റ്റ് എടുത്താൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിലൊക്കെ പോവാം, ഓവറായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ബെഡ് റെസ്റ്റ് ചിലപ്പോൾ വേണ്ടി വരില്ല, അറിയില്ല. അങ്ങനെയാണ്. എന്തായാലും സ്റ്റിച്ച് ഇടണമെന്നുള്ളത് നമുക്ക് കൺഫേം ആണ്. സോ ഇവിടെ കാര്യങ്ങൾ ഇവള് തനിയെ നോക്കുന്ന ഒരു ടൈം. എനിക്ക് നേരത്തെ ആ ഫസ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കിനി വേണമെന്ന് ഇല്ല, സത്യമായിട്ട് എനിക്ക് വേണമെന്നില്ല. പക്ഷേ സിംഗിളായിട്ട് വളർന്ന പല കുട്ടികൾ മീൻസ് എൻ്റെ കസിൻസ്, എനിക്കൊരു അനിയനുണ്ട്, എനിക്കൊരു ചേച്ചിയുണ്ട്. അപ്പോൾ അവരെല്ലാം സിംഗിളായിട്ട് വളർന്നതാണ്, അവർക്ക് സിബ്ലിങ്സ് ഇല്ല. സോ അവർ ഒരു വിഷമമൊക്കെ വരുമ്പം എൻ്റെ അടുത്ത് വിളിച്ച് പറയാനുണ്ട്, എനിക്ക് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതിങ്ങനൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു, എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരാൾ. സത്യമാണ്, നമുക്ക് കൂടെ എപ്പോഴും ഒരാളുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ്, നമുക്കൊരു സന്തോഷമാണ്, വീടിന് തന്നെ ഒരു ഹാപ്പിനെസ് ആണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഒറ്റക്കുട്ടി എന്നുള്ള ഒരു ഇതില്ല, ഒരാളും കൂടി വേണം. അത് ഇല്ലുവിൻ്റെ കാര്യങ്ങൾ സ്വയം എപ്പോൾ ചെയ്യാൻ പ്രാപ്തി വെച്ച് കഴിഞ്ഞാൽ അവൾ തനിയെ ഫുഡ് കഴിക്കുക, അവൾ തനിയെ ബാത്റൂമിൽ പോവുക, അവളെ എടുത്തുകൊണ്ട് നടക്കണ്ട, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയും. പിന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ കുറച്ച് പരിതാപകരമാണ്, കാരണം എൻ്റെ ബോഡി അത്രയ്ക്ക് ഓക്കെ അല്ല. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ഓക്കെ ആവുന്ന ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം എന്നുള്ള രീതിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അല്ലാതെ ഇപ്പോഴേ ഒന്നുമില്ല എൻ്റെ പൊന്നോ. ഞാൻ പച്ചയ്ക്ക് സ്റ്റിച്ചൊക്കെ സെർവിക്കൽ സ്റ്റിച്ചിൻ്റെയൊക്കെ സ്റ്റിച്ച് പച്ചയ്ക്ക് എടുത്തിട്ട് ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അടുത്തത് അർഷ ശ്രുതി 07. ചേച്ചി പഠിച്ചത് എന്താ, ഇനി കണ്ടിന്യൂ ചെയ്യുമ്പോൾ? ഞാൻ പഠിച്ചത് MTTM ആയിരുന്നു, മാസ്റ്റർ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇല്ലു വയറ്റിലുണ്ട സമയത്ത് എനിക്ക് ലാസ്റ്റ് സെം എക്സാം സമയത്തൊക്കെ ഇല്ലു അകത്തുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കയ്പ അറിയാലോ, ആദ്യത്തെ 3 മാസം നല്ല പാട്. അപ്പോൾ വായിലോട്ട് എന്തെടുത്ത് ഇറക്കിയാലും അപ്പം തന്നെ തിരിച്ചു വരും. പിന്നെ ഞാൻ 3 മണിക്കൂർ നമുക്ക് എക്സാം ഉണ്ട്. ആ എക്സാമിന് നമ്മുടെ വുഡൻ്റെ തടിയുടെ ബെഞ്ചിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഒന്ന് എണ്ണിക്കാൻ പോലും പറ്റില്ല. കാരണം ഞാനൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, എൻ്റെ 2-3 ഫ്രണ്ട്സിനല്ലാതെ വേറെ ആർക്കും അത് വലുതായിട്ട് അറിയത്തില്ല.
അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ആ ടൈമിൽ. അതെല്ലാം ഞാൻ എല്ലാം കവർ ചെയ്ത് എനിക്ക് മാർക്കും ഉണ്ടായിരുന്നു, ഞാൻ പാസ്സാവുകയും ചെയ്തു MTTM. പിന്നെ അത് കഴിഞ്ഞിട്ട് ജോബ് വേക്കൻസി ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇല്ലുവിൻ്റെ കാര്യം കൊണ്ടും ഞാൻ റെസ്റ്റ് ആയിരുന്നത് കൊണ്ടും എനിക്ക് ഏറ്റവും സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള ടൂറിസത്തിൻ്റെ ഒരു ട്രെയിനിയുടെ വേക്കൻസി ഉണ്ടായിരുന്നു. ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്ന സമയത്ത് അപ്പം അമ്മ പറഞ്ഞെടി അത് അപ്ലൈ ചെയ്തോ, കുഴപ്പമില്ല, കാരണം ഇപ്പോഴേ ഒന്നും വിളിക്കത്തില്ല, ഗവൺമെൻറ് അല്ലേ, കുറേ നാളെടുക്കും, നമ്മുടെ ഈ LDC പോലെയൊക്കെ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ അവർ പിറ്റേ ആഴ്ച തന്നെ വിളിച്ചു. എനിക്ക് കേരള ടൂറിസത്തിൻ്റെ ഒഫീഷ്യൽ നമ്പറിൽ നിന്ന് കോളും വന്നു, ഇന്നപോലെ ട്രിവാൻഡ്രത്താണ് വരണം ഇൻ്റർവ്യൂവിന് വരണം. തല പോലും പൊക്കാൻ പറ്റാതെ കിടക്കുന്ന അവസ്ഥ. എനിക്ക് ഭയങ്കര സങ്കടം. അവർ പറഞ്ഞു കുറച്ച് വേക്കൻസി ഉള്ളൂ, ഇന്ന പോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിരുന്നു ചോദിച്ചത്, അപ്പം കുറച്ച് വേക്കൻസി ഉള്ളൂ, അപ്ലൈ ചെയ്ത് തന്നെ കുറച്ച് പേരേ ഉള്ളൂ, അപ്പം ഒന്ന് ജസ്റ്റ് സർട്ടിഫിക്കറ്റ്സുമായിട്ട് വന്നാൽ മതി, വെരിഫിക്കേഷനാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചങ്ക് പൊട്ടുകയാണ്. ഇത്രയും നല്ലൊരു ഓഫർ വന്നിട്ട് മേ ബി ട്രെയിനി ആയിക്കോട്ടെ, എന്തു ആയാലും എന്നാൽ നമ്മൾ പഠിച്ചൊരു ഫീൽഡിൽ ഗവൺമെൻറ്റിൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ലക്കിയല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. എനിക്ക് അങ്ങനെ അന്നത്തെ ദിവസം എല്ലാം ഞാൻ ഒരുമാതിരി വല്ലാതായിപ്പോയി, അയക്കേണ്ടേ ഇരുന്നില്ല എന്ന് ആയിപ്പോയി. അതേ ഉള്ളൂ. ഇനി കണ്ടിന്യൂ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇല്ലുവിനെ പ്ലേ സ്കൂളിൽ എന്തെങ്കിലും വിട്ടിട്ട് ഞാൻ എൻ്റെ കരിയർ നോക്കും. പിന്നെ അതുവരെ യൂട്യൂബ്, പിന്നെ ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ട്, പിന്നെ റെൻ്റൽ തുടങ്ങാമെന്ന്, ഓർണമെൻറ്റ്സും ഡ്രസ്സൊക്കെ റെൻ്റൽ തുടങ്ങാമെന്നുള്ള പ്ലാൻ ഉണ്ട്. കുറേയൊക്കെ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ആയിട്ട് അതുവരെ പോകാമെന്ന് വെച്ചു. അതാകുമ്പോൾ എനിക്ക് ഇവളെ നോക്കാം, ഇവളെ ആരെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല, ഇവളെ എനിക്ക് അത്യാവശ്യമായിട്ട് നോക്കാം. അവളുടെ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് മാറി നിൽക്കാൻ അങ്ങനെ പോകുന്നവരുണ്ട് കേട്ടോ, ലൈഫിന് വേണ്ടിയിട്ട് പോകുന്നവരുണ്ട്, മനസ്സ് കല്ലാക്കി പോകുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കെന്തോ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. പിന്നെ ചോദിച്ചേക്കുന്നത് സ്നേഹ 0528 ആണ്. നീ ഇല്ലൂട്ടിയെ പ്രഗ്നൻ്റ് ആയപ്പോൾ നാട്ടുകാരോ വീട്ടുകാരോ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് എന്തായിരുന്നു? ഇല്ലുവിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഏറ്റവും വിഷമിപ്പിച്ചത് എനിക്ക് വയറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിന് വെയിറ്റ് കാണില്ല, നീയോ ഓൾറെഡി പണ്ട് മുതൽ എന്നോട് എല്ലാവരും പറയുന്നത്, എനിക്ക് അത്യാവശ്യം ആവശ്യത്തിന് വണ്ണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഴിക്കുന്നു ഇറങ്ങിയിരിക്കും, കൊയ്യോ കൊച്ചിങ്ങനെയാണല്ലോ, എൻ്റെ ഒരു ശരീരപ്രകൃതി അതാണ്. സോ അപ്പം ഞാൻ ഇല്ലുവിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് വയറില്ല, അയ്യോ 5 മാസമായോ വയറേ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഇനി ഭാവിക്ക് വെയിറ്റ് കുറവായിരിക്കുമോ. പക്ഷേ ഡോക്ടർ പറയുന്നത് ഓക്കെയാണ്. പിന്നെ എനിക്ക് 6 മാസം 5 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വയറൊക്കെ നല്ലപോലെ വെച്ചത്. അപ്പം അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ സ്റ്റിച്ചിട്ട് കിടപ്പായിരുന്നു. ആ ഒരു ടൈമിലൊക്കെ എന്നെ ഇന്നത് പറഞ്ഞെന്നല്ല, നമ്മളെ അല്ലാതെ കുറേ പേര് തളർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഈ പോസ്റ്റ് നമ്മുടെ ഡെലിവറിക്ക് ശേഷം ആയാലും എന്താണ് കൂടുതൽ വിഷമിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇല്ലൂട്ടന് വന്ന സമയത്ത് നിറം കുറവായിരുന്നു. അതുപോലെ തന്നെ വെയിറ്റ് അവൾക്ക് 2560 ഉണ്ടെങ്കിൽ പോലും കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെലി. അതെല്ലാവർക്കും കുറയുന്നതാണ്, എന്നാലും അവളെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കുഞ്ഞുവാവയായിരുന്നു. അപ്പം വന്ന് കണ്ടവരിൽ കുറച്ച് നേരം എൻ്റെ മുഖത്ത് നോക്കിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അയ്യോ കൊച്ചങ്ങ് കറുമ്പിയായില്ലോ, നമുക്ക് കറുത്തേന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടല്ലോ. പക്ഷെ ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ കളറിനെ ടാർഗറ്റ് ചെയ്യുന്നത് സംസാരിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു തോന്നൽ. നീ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നോ, നീ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നല്ലപോലെ ഫ്രൂട്ട്സും അതേപോലെ തന്നെ ഒന്നും കഴിച്ചില്ലേ, കുഞ്ഞിന് വണ്ണം ഇല്ലല്ലോ. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും എന്നെ വിഷമിപ്പിച്ചത് ഹസ്ബൻഡ് ഇങ്ങനെ നമ്മളെ കാണാനൊക്കെ വരുമല്ലോ, അപ്പോൾ അതിന് കുറച്ച് വെച്ചെങ്കിൽ എൻ്റെ വീട്ടുകാരെന്നല്ല വേറെ 1-2 പേരിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഹസ്ബൻഡ് എപ്പോഴും പോവുക അവിടെ, എന്തിനാണ് കാണുക എന്നൊക്കെ. അങ്ങനെയൊക്കെ ചിന്തയുള്ളവരോട് ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു ടൈമിൽ ഞങ്ങൾ എത്രയൊക്കെ ക്ലോസ് ആയി ഇവരുടെ അടുത്തിരിക്കുന്നു, അതേപോലെ തന്നെ അവർക്കും ഇവരെ ക്ലോസ് ആവാൻ ആഗ്രഹമുണ്ട്. അത്രയ്ക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ വയറ്റിൽ കൊണ്ട് നടന്ന അവളെ നമ്മൾ അതുപോലെ നോക്കുന്ന പോലെ തന്നെ അവരുടെ അച്ഛനും അതൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ട് ഇത്രയും നാൾ നിന്ന് നമ്മുടെ കുഞ്ഞ് നമ്മളേന്നുള്ളൊരു ഫാമിലി ആയി. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ വേണം. എത്ര എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് എന്തൊരു ആ ഒരു സ്റ്റിച്ചിൻ്റെ പെയിന്, അതുപോലെ തന്നെ ഓരോ മരുന്നും ഗുളിയും തടവും എല്ലാം, അതിൻ്റെ കൂടെ കുഞ്ഞിൻ്റെ കരച്ചിൽ, ഉറങ്ങാൻ പറ്റുന്നില്ല, ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൊരാശ്വാസം നമ്മുടെ ഹസ്ബൻഡും കുഞ്ഞുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്ന കുറച്ച് നിമിഷങ്ങളാണ്. അതിന് വരെ എന്തിനാണ് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. എനിക്കറിയത്തില്ല, അതൊക്കെ എന്നെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇല്ലു ഉണ്ടായതിന് ശേഷവും ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ച ഒരു കാര്യം ഇതാണ്. കുഞ്ഞിൻ്റെ നിറത്തിനെ പറ്റി പറയുക, കുഞ്ഞിൻ്റെ വെയിറ്റിനെ പറ്റി പറയുക, അതേപോലെ തന്നെ ഹസ്ബൻഡ് വരുന്നത്, ഈ ഒരു ഇത്രയും കാര്യത്തിൽ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്.
പിന്നെ എന്നെ പേഴ്സണലി കുറച്ച് ഇഷ്യൂസൊക്കെ വെച്ചിട്ട് കുറച്ച് ആൾക്കാർ വിഷമിപ്പിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നു. അന്ന് എന്നെ കുത്തി നോവിച്ചവർ, കുത്തി വലിച്ച് വരിഞ്ഞ് മുറുക്കി എന്നെ രാത്രി ഇരുത്തി കരയിച്ചവർ നൗ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരാളെ വേദനിപ്പിച്ചാൽ നമ്മൾ അവരെ തിരിച്ച് വേദനിപ്പിക്കാതെ മൈൻഡ് ചെയ്യാതിരിക്കുക. ദൈവം കൊടുത്തോളൂ എന്നുള്ളതിന് ഒരു ഉദാഹരണം എൻ്റെ ലൈഫിൽ നടന്നു. സോ അപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്നായാലും അതിൻ്റെ ഇരട്ടിയായിട്ട് ദൈവം തിരിച്ചു തരും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അതെനിക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരാളെ സഹായിച്ചാൽ നമുക്കൊരു ആപത്തുള്ള ടൈമിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വഴി നമുക്ക് സഹായം കിട്ടും എന്നുള്ളതും ഞാനും എൻ്റെ ഹസ്ബൻഡും റിയലൈസ് ചെയ്തൊരു കാര്യമാണ്. അത്രേ ഉള്ളൂ. പിന്നെ രഹന അജിത്ത് മോൾ എത്ര മന്തായപ്പോഴാണ് നടക്കാൻ തുടങ്ങിയത്? മോൾ എത്ര മന്തായപ്പോഴാണ് നടക്കാൻ തുടങ്ങിയത് വെച്ചാൽ 1 വയസ്സ് ഒരാൾ പിടിച്ച് സോഫയിലൊക്കെ പിടിച്ച് നടക്കുമെങ്കിലും അല്ലാതെ അവൾ അങ്ങനെ നടക്കത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ 1 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യെ ചുവട് വെച്ച് ഇപ്പം നല്ലപോലെ നടക്കും. ഇപ്പോൾ ഓട്ടമാണ്, ഒരു സമയത്ത് ഇരിക്കാൻ പറ്റൂല. പിന്നെ അതോർത്ത് അഥവാ ഇപ്പം മോക്ക് 1.25 കാലമായിട്ട് നടക്കുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട. അവർ കുറേ പതുക്കെ വരും. എല്ലാ കുട്ടികളും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. ഞാനും എൻ്റെ 1 വയസ്സിലേക്ക് ഇവിടെ പ്രായമുള്ളവരൊക്കെ നടക്കാതെ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ എല്ലു നടക്കാത്തതെന്നുള്ളത് വിഷമിച്ചിട്ടുണ്ട്. സോ അത് വലിയ പ്രശ്നങ്ങളൊന്നും അല്ല, അത് ഓക്കെ ആവും, അവരൊക്കെ ആവും. അപ്പോൾ ഇതൊക്കെ നടന്നോളും. പിന്നെ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ പറ്റി കൂടുതലായിട്ട് ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചത് എല്ലാം മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ഇല്ല. ഇല്ലൂട്ടൻ ഭയങ്കര ഉറക്കമാണ്. ഞാൻ അതിൻ്റെ കൂടെ ഫാനും കൂടെ ഓഫ് ചെയ്തു, കാരണം ഒന്നാമത്തെ വണ്ടി പോകുന്ന സൗണ്ട്, പിന്നെ അതും കൂടെ ആയി. ഇല്ലൂട്ടനെ കാണിച്ചാലേ ഇല്ലൂട്ടൻ ഉറക്കമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പറയുന്നത് പോലെ ഡെലിവറി സ്റ്റോറി സർവൈക്കൽ സ്റ്റിച്ചിൻ്റെ കാര്യമൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ബൈ.